ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ മോഡേൺ ഇന്ത്യ സ്പെക്ട്രത്തിൻ്റെ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് കൺസോൾട്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യയുടെ ഹിസ്റ്ററിനെ കുറിച്ചാണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം 15-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ചുള്ള തുടക്കമാണെന്ന് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് നമുക്ക് രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് യൂറോപ്യൻസിൻ്റെ കടന്നുവരവും, രണ്ടാമതായിട്ട് മുഗൾ രാജവംശത്തിലെ ഔറംഗസീബ് അഹമ്മദ് നഗറിലെ കുൽദാബാദിൽ വെച്ച് മരണമടയുകയും ചെയ്യുന്നു. അങ്ങനെ ഔറംഗസീബ് മരണമടയുന്നതോടുകൂടി പതിയെ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം ആരംഭിക്കുന്നു. അങ്ങനെ ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കും യൂറോപ്യൻസിനും ഇന്ത്യയിൽ അധികാരം ഉറപ്പിക്കുവാനുള്ള ഒരു കാരണമായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പീരീഡ് അവസാനിച്ചിട്ട് മറ്റൊന്ന് തുടങ്ങുന്നതിൻ്റെ ഒരു എക്സാക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. 15-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയുടെ തുടക്കവും അതുപോലെ തന്നെ മെഡീവൽ ഇന്ത്യയുടെ അവസാനവുമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് ആദ്യമായി കടൽമാർഗം വന്ന യൂറോപ്യൻസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോർച്ചുഗീസുകാരെയാണ്. ഏത് വിധേനയും ഇന്ത്യയിലേക്കൊരു സീ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ആവശ്യത്തിൽ നിന്നുമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം കുറിക്കുന്നതെന്ന് നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് പലർക്കും ഒരു ഡൗട്ട് വരും, അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ സീ റൂട്ടും ട്രേഡും ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇവയെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ചില സംഭവങ്ങൾ വന്നതിൽ പിന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അവരുടെ നിലനിൽപ്പിനായി തന്നെ ഇന്ത്യയിലൊരു സീ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 7-ാം നൂറ്റാണ്ട് നോക്കുന്ന സമയത്ത് 7-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം അധപ്പതിക്കാൻ തുടങ്ങുകയും അതോടുകൂടി അറബ് മുസ്ലിംസ് ഈജിപ്തും പേർഷ്യയും തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ ഒരു ഡൊമൈൻ അവരുടേതായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ യൂറോപ്പിന് ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന നേരിട്ടുള്ള കോണ്ടാക്ട്സുകളിൽ വിള്ളൽ വീണു തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു കോൺടാക്ട്സ് നഷ്ടപ്പെടുന്നതോടുകൂടി ഇന്ത്യൻ കമ്മോഡിറ്റീസ് ആയിട്ടുണ്ടായിരുന്ന സ്പൈസസ്, കാലിക്കോസ്, സിൽക്ക്, അതുകൂടാതെ തന്നെ അമൂല്യമായിട്ടുള്ള വജ്രങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ ലഭ്യത യൂറോപ്പിൽ വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കുന്നു. നമ്മൾ യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഈ സാധനങ്ങൾക്കെല്ലാം വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ പിന്നീട് കാലങ്ങൾ ഒത്തിരി അധികം കടന്നു പോവുകയും വർഷം 1453 ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമാൻ തുർക്കുകൾ പിടിച്ചെടുക്കുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമാൻ തുർക്കുകൾ പിടിച്ചടക്കുന്നതോടുകൂടി അവിടെ ഓട്ടോമാൻ തുർക്കുകൾ അവിടുത്തെ ഭരണാധികാരികളായിട്ട് വരികയും ചെയ്യുന്നു. ഇപ്പോൾ തുർക്കിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ബൗണ്ടറിയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈ ഒരു പ്രദേശം കയ്യിലാക്കിയതോടുകൂടി യാതൊരു മാർഗത്തിലും യൂറോപ്യൻസിന് ഇന്ത്യയെ സമീപിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാൻഡ് റൂട്ടും സീ റൂട്ടും രണ്ടും ബ്ലോക്കായെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്ത്യയിലെ വസ്തുക്കളെല്ലാം എത്തിച്ചുകൊണ്ടിരുന്നത് അറബ് മുസ്ലിംസ് ഇടനിലക്കാർ വഴിയായിരുന്നു. റെഡ് സീ ആയിരുന്നു അവരുടെ ട്രേഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു റൂട്ടിൽ കൂടെ അറബ് മുസ്ലിംസ് വലിയ രീതിയിലുള്ള ഭീമാകാരമായിട്ടുള്ള ലാഭം കൊയ്യുകയും, എന്നാൽ യൂറോപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വസ്തുക്കളുടെ എല്ലാം ലഭ്യതയും കുറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു, അവയുടെ വിലയിലും വലിയ രീതിയിലുള്ള വർധനവുണ്ടാകുന്നു. അങ്ങനെ യൂറോപ്യൻസിന് കടൽ മാർഗം പുതിയൊരു പാത കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് വന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടാണ്. ഈ 15-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് യൂറോപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് നവോത്ഥാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവരവരുടെ കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ തന്നെ നാവിഗേഷനിലും വളരെ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ യൂറോപ്യൻസിന് ഈസ്റ്റേൺ ഡയറക്ഷനിലേക്ക് പോകാത്ത അത്രയും സഞ്ചരിക്കുക എന്നുള്ളത് അവർക്ക് വളരെ ഈഗറായിട്ടുള്ള കാര്യമായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനിവരെ സഹായിക്കുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ എക്കണോമിക്കായിട്ട് യൂറോപ്പ് വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് യൂറോപ്പിലെ കാർഷിക മേഖലയിൽ വന്നൊരു കുതിച്ചുചാട്ടമാണ്. ഇനി നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇവരുടെ കാർഷിക മേഖലയിൽ വളർച്ച വന്നതെന്നാൽ അവർ സയൻറ്റിഫിക് ആയിട്ടുള്ള കൃഷി രീതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോപ്പ് റൊട്ടേഷൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. കൂടാതെ നിലം ഉഴുതു മറിക്കാനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇവർ മാറ്റം കൊണ്ടുവരുന്നുണ്ട്.
അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ പരമായിട്ട് മാത്രമല്ല ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്, അവരുടെ മീറ്റിൻ്റെ സപ്ലൈയിലും വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനിലും മാറ്റം വരുന്നുണ്ട്. അങ്ങനെ മാംസത്തിൻ്റെ ലഭ്യത കൂടുന്നതോടുകൂടി തന്നെ നമുക്കറിയാം മാംസം പാകം ചെയ്യുവാനായിട്ട് സ്പൈസസ് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ശൈത്യകാലം വരും. ശൈത്യകാലം വരുന്ന സമയത്ത് ഈ മാംസം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിലും ഇവർക്ക് സ്പൈസസ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും എക്കണോമിയിൽ മാറ്റം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടുത്തെ ജനങ്ങൾക്ക് ഓറിയൻറ്റിലും ലക്ഷറിയുമായിട്ടുള്ള വസ്തുക്കളുടെ ആവശ്യത്തിൻ്റെ ലഭ്യതയിലും മാറ്റം വരും. അപ്പോൾ ഇത്രയും കാലം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് വെനീസും ജനീവയൊക്കെ ആയിരുന്നു. എന്നാൽ ഓട്ടോമാൻ എംപയേഴ്സ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നതോടുകൂടി തന്നെ അവർക്ക് അങ്ങനെയുള്ള ട്രേഡുകൾ നടത്തുവാനായിട്ട് സാധിക്കാതെ വരുന്നു. എന്നാൽ ഓട്ടോമാൻ എംപയേഴ്സിനെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇവർക്ക് പരാജയപ്പെടുത്തുവാനോ എന്നാൽ മറ്റൊരു രീതിയിൽ പുതിയ എക്സ്പ്ലോറേഷൻ നടത്തി മറ്റൊരു കടൽമാർഗ്ഗം ഒരു വഴി കണ്ടുപിടിക്കുവാനോ നമുക്ക് വെനീസിനും ജനോവനെ കൊണ്ട് സാധിക്കുകയുമായിരുന്നില്ല. കാരണം അവർ അത്ര വലിയൊരു രാജ്യമൊന്നും ആയിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലൊരു എക്സ്പ്ലോറേഷൻ നടത്തുവാൻ എന്ന കഴിവുണ്ടായിരുന്നത് യൂറോപ്പിൽ 2 രാജ്യങ്ങൾക്കായിരുന്നു. ഒന്നെന്ന് പറയുന്നത് സ്പെയിന്, രണ്ടാമതെന്ന് പറയുന്നത് പോർച്ചുഗൽ. എന്നാൽ ഇവരും കംപ്ലീറ്റ്ലി പൂർണ്ണമൊന്നും ആയിരുന്നില്ല. ഇവർക്കും വീണ്ടും സഹായങ്ങളൊക്കെ ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള സഹായങ്ങൾ നോർത്തേൺ യൂറോപ്യൻസ് നൽകാമെന്നും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വർക്കേഴ്സിനെയും അവർ പ്രൊവൈഡ് ചെയ്തു. എന്നാൽ ഷിപ്പ് ബിൽഡിങ്ങിനായിട്ടുള്ള ടെക്നോളജികൾ പ്രൊവൈഡ് ചെയ്തത് ജീനോസാണ്. ചരിത്രകാരന്മാർ പറയുന്നത് പോർച്ചുഗലിലെ പ്രിൻസ് ഹെൻറി, അദ്ദേഹം അറിയപ്പെടുന്നത് നാവിഗേറ്റർ എന്നാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് ഒരു കടൽമാർഗ്ഗം ഒരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളതിനോട് വല്ലാത്തൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലാ റൂട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം ഡോമിനേഷനുള്ള ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ അതിനെയെല്ലാം സർക്കംവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇസ്ലാമിക് സ്വാധീനത്തിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അതിനെതിരെ ക്രിസ്ത്യൻ വിശ്വാസത്തെ ലോകത്ത് സ്പ്രെഡ് ചെയ്യുക, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു അധികാരം നൽകുക എന്ന രൂപേണ പോപ്പ് നിക്കോളാസ് 5 ഇതിനുവേണ്ടിയുള്ള അവകാശങ്ങൾ ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനുള്ള റൈറ്റ് ഇദ്ദേഹത്തിന് നൽകുന്നു. 1494 ഇതുമായി ബന്ധപ്പെട്ടൊരു ഉടമ്പടി നിലവിൽ വരുന്നുണ്ട്. ആ ഉടമ്പടി അറിയപ്പെടുന്നത് ട്രീറ്റി ഓഫ് ടോർഡെസിഡസ് എന്നാണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം 1497 പോർച്ചുഗീസും സ്പെയിനും അവരുടെ അധികാരികൾ ചേർന്നുകൊണ്ട് അവർക്ക് പുറത്തുള്ള നോൺ ക്രിസ്ത്യൻ വേൾഡിനെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഒരു രേഖ അല്ലെങ്കിൽ ഇമാജിനറി ലൈൻ വരച്ചുകൊണ്ട് അവർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഇവർ വരച്ച ആ ഇമാജിനറി ലൈൻ്റെ ഈസ്റ്റേൺ സൈഡ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കുള്ളത് മുഴുവൻ പോർച്ചുഗലിന് അവകാശപ്പെട്ടതാണെന്നും അതിന് വെസ്റ്റേൺ സൈഡിലെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളത് മുഴുവൻ സ്പെയിൻ അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിലും. അപ്പം ഈസ്റ്റേൺ സൈഡിലാണ് ഇന്ത്യ ഉള്ളത്, അതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ ഈ ഒരു ട്രീറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 1487 ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചൊരു നാവികനുണ്ട്. അയാളുടെ പേരാണ് ബാർത്തലോമിയോ ഡയാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റുകയും ആഫ്രിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിനെ സെയിൽ ചെയ്യുകയും ചെയ്തു. പുള്ളി വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ആഫ്രിക്ക എന്നുള്ളതാണ്, ഈ ഒരു ഭാഗമാണ് ഇന്ത്യ എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇന്ത്യ ആയിരുന്നില്ല, അത് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ഒന്നാമത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്, അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നതും അവർ തിരിച്ചു പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെക്ചറിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ അപ്പം ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കിയത് എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത്, അത് വരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല കേട്ടോ. ഇത് വളരെ ചെറിയൊരു ചാനൽ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, വളരെ ചെറിയൊരു ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇതെങ്ങനെ മുന്നോട്ട് പോകാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ നെഗറ്റീവ്സോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് പറയുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് തിരുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിക്കാം. ഓക്കെ.